അപ്പോൾ നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസർ ഞങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഡൗട്ട് സോൾവിങ് സെക്ഷനിലേക്ക് സ്വാഗതം. +1 കെമിസ്ട്രിയുടെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഞങ്ങളുടെ റെസ്പോൺസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. +1 കെമിസ്ട്രി ഡൗട്ട് സോൾവിങ് സെക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഞങ്ങൾ റാൻഡമായിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തത്. അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചാപ്റ്റർ ഫുള്ളൊക്കെ. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുക. സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ നമ്മൾ സൊല്യൂഷൻ ഇട്ടേക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഹൂസ് pH ഈസ് 4.4. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ്റെ pH തന്നിട്ടുണ്ട്, pH 4.4 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ pH - log H+ ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -log H3O+. ഹൈഡ്രോണിയം അയൺ എന്ന് വെച്ചാൽ H3O+. അപ്പോൾ അത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ ഇങ്ങനെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് H3O+ എന്തെന്ന് വെച്ചാൽ ആൻറ്റി-ലോഗ് ഓഫ് -pH. അതായത് ആൻറ്റി-ലോഗ് കാണുക. നമുക്ക് pH എന്ന് കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ മൈനസ് വാല്യൂവിൻ്റെ ആൻറ്റി-ലോഗരിതം എടുക്കുക. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അതിനകത്ത് ഷിഫ്റ്റിൽ ഞെക്കിയിട്ട് ലോഗിൽ ഞെക്കുക. അപ്പം 10⁻⁴ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരും. അപ്പോൾ അവിടെ നമ്മൾ -4.4 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 3.981 × 10⁻⁻5 മോൾ പെർ ലിറ്റർ. കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഈസ് ദി റൈറ്റ് ഇക്വേഷൻ. ഇതിൽ ഏത് ഇക്വേഷനാണ് കറക്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. Ka = C⁴² ഓർ Ka = C⁴² by 1 - α. അങ്ങനെ രണ്ട് കാര്യങ്ങളൂടെ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കാണ് പോകുന്നത്. ഇത് ശരിക്കും ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ എന്ന ലോയാണ്. ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ എന്നത് എന്താണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കൺസിഡർ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ്. HA എന്ന് കൊടുത്ത ഒരു ആസിഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വീക്ക് ആസിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് HA റിവേഴ്സിബിളി ഗീവ്സ് H++ A- എന്നതാണ്. HAക്ക് C × 1 - α എന്ന് കൊടുക്കാം, H+നും A- നും C⁴ എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇവിടെ നമ്മൾ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ അറിയാലോ ആസിഡിൻ്റെ. Ka = കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് H+ × A- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. അതായത് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം C⁴ × C⁴ ബൈ C × 1 - α. ദാറ്റ് മീൻസ് C⁴² by 1 - α = C⁴² by 1 - α എന്നതാണ് അവിടെ ഇക്വേഷൻ. ആൽഫ എന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ പ്രകാരം എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അപ്പോൾ സ്മാൾ വാല്യൂസ് ഓഫ് ആൽഫ ക്യാൻ ബി നെഗ്ലക്റ്റഡ് കമ്പയർഡ് ടു യൂണിറ്റി. ദാറ്റ് മീൻസ് ആൽഫേൻ്റെ വാല്യൂ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെ കുറവാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽഫേൻ്റെ വാല്യൂസ്, സ്മാൾ വാല്യൂസ് ഓഫ് ആൽഫ ക്യാൻ ബി നെഗ്ലക്റ്റഡ് കമ്പയർഡ് ടു യൂണിറ്റി. ദെൻ Ka എന്നത് C⁴². നമ്മൾ കാൽക്കുലേഷൻസ് പ്രോബ്ലംസ് വരുമ്പം നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ വീക്ക് ആസിഡ്, വീക്ക് ബേസ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഫോളോ ചെയ്യുക. Ka = C⁴². ഇനി വീക്ക് ആസിഡിൻ്റെ കാര്യമാണ് ഇവിടെ ക്വസ്റ്റ്യനിലെ ഡൗട്ട്. Ka എന്നല്ലേ ചോദിച്ചത്. വീക്ക് ആസിഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർഗാനിക് ആയിട്ടുള്ള വീക്ക് ആസിഡ് CH3COOH ഉണ്ട്, HCOH ഉണ്ട്, C6H5COOH ഉണ്ട്. ഇനി ഇനോർഗാനിക് ആയിട്ടുള്ള വീക്ക് ആസിഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ HF ഉണ്ട്, HCN ഉണ്ട്, H2SO3 ഉണ്ട്, H2CO3 ഉണ്ട്, H2S ഉണ്ട്, H3PO4 ഉണ്ട്. ഇതൊക്കെ വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീക്ക് ആസിഡുകളുടെ ഇലക്ട്രോളിസിസ്. അതായിരിക്കും ചോദ്യം ചോദിച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഈ Ka എന്നല്ല ചോദിച്ചത്. അപ്പം ഇത്രയാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഡൗട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എന്താണ് ഗിബ്സ് എനർജി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് എന്താണ് ഗിബ്സ് എനർജി, നമുക്ക് ശരിക്കും ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്, ഇക്വിലിബ്രിയത്തിൽ പഠിക്കാനുള്ളത് ഗിബ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ശരിക്കും പഠിക്കാനുള്ളത്. എന്താണ് ഗിബ്സ് എനർജി എന്ന് ചോദിച്ചാൽ അപ്പം ഇത്രയാണ് ഗിബ്സ് എനർജി. For a system, the total entropy change
വിച്ച് ഡിസൈഡ്സ് ദി സ്പോണ്ടൈനിറ്റി ഓഫ് ദി പ്രോസസ്സ്. ഒരു റിയാക്ഷൻ സ്പോണ്ടൈനിറ്റി ആണോ തീരുമാനിക്കുന്നത് ഒരു സിസ്റ്റത്തിൽ, അത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ തീരുമാനിക്കുന്നത് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ആണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് fall into the category of either closed or open systems. Therefore, most of the chemical reactions there are change in both enthalpy and entropy. നമ്മളപ്പം എൻതാൽപ്പിയും കൺസിഡർ ചെയ്യണം, എൻട്രോപ്പിയും കൺസിഡർ ചെയ്യണം അല്ലേ. നമ്മൾ എൻട്രോപ്പി ചേഞ്ചിൻ്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഫോർ ദിസ് പർപ്പസ് വി ഡിഫൈൻ ന്യൂ തെർമോഡൈനാമിക് ഫങ്ഷൻ. അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു തെർമോഡൈനാമിക് ഫങ്ഷനാണ് ഗിബ്സ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ എന്താണ് ഗിബ്സ് എനർജി എന്ന് ചോദിച്ചാൽ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് there are change in both enthalpy and entropy. So this determines whether it is spontaneous or non-spontaneous. എൻതാൽപ്പി എൻട്രോപ്പി ആണ് ഇത്തരത്തിൽ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ തീരുമാനിക്കുന്നതെന്ന് വരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ടാണ് നമുക്ക് ഗിബ്സ് എനർജി എന്നൊരു ഐഡിയയിലേക്ക് വന്നത്. ഓക്കെ, ഇനി ഗിബ്സ് എനർജി നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഗിബ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഡെൽറ്റ ജി ആണ് ഗിബ്സ് എനർജി കൊണ്ടിട്ട് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആണെങ്കിൽ, മീൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി എന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇത് കണക്ട് ചെയ്യുന്നൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇത് വെച്ചിട്ടുള്ളൊരു ടേബിൾ ടെക്സ്റ്റിലുണ്ട്, പേജ് നമ്പർ 179 നോക്കുക. ഡെൽറ്റ ജി ഈക്വൽ ടു H മൈനസ് T ഡെൽറ്റ എസ്, ഗിബ്സ് ഹെംഹോൾസ് ഇക്വേഷൻ. ഓക്കെ, അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ, H2F ഈസ് ലിക്വിഡ്, HCl ഈസ് ഗ്യാസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്, H2F ഈസ് ലിക്വിഡ്, HCl ഈസ് ഗ്യാസ്. അപ്പോൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ HF ഈസ് ലിക്വിഡ്, HCl ഈസ് ഗ്യാസ് എന്നാണെന്നാണ് എൻ്റെ ഒരു ഐഡിയ. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. HF ഈസ് ലിക്വിഡ്, HCl ഈസ് ഗ്യാസ്. അപ്പം HCl നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്ലോറിൻ്റെ സൈസ് ബിഗ് ആണ്, ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ലെസ് ആണ് ദാൻ ദാറ്റ് ഓഫ് ദിസ് ഫ്ലോറിൻ. Therefore, hydrogen bonds are very weak. Okay. Chlorine therefore doesn't to form hydrogen bond. ഹൈഡ്രജൻ ബോണ്ട് വെരി വീക്ക് ആയതുകൊണ്ടിട്ട് അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കില്ല. ഇനി നമുക്ക് HFലേക്ക് വരാം. HF ലിക്വിഡാണ്, ഫ്ലോറിൻ സ്മോൾ സൈസ് ആണ്, ഫ്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഫ്ലോറിൻ ഫോംസ് സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ഹൈഡ്രജനും പിന്നെ നല്ല ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, ഫ്ലോറിൻ അങ്ങനെയുള്ള ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഡെഫിനിഷൻ തന്നെ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടിട്ടാണ് HF ഈസ് ലിക്വിഡ്, HCl ഈസ് ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഹൗ ടു കാൽക്കുലേറ്റ് pH ആൻഡ് POH. pH കണ്ടുപിടിക്കാൻ അറിയാം, -log കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് pH. അടുത്തതായിട്ട് POH എന്താണെന്ന് ചോദിച്ചാൽ -log OH- ചെയ്താൽ POH കിട്ടും. അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഒരു റെഡോക്സ് റിയാക്ഷൻ ബേസിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്ത് തരുമോ എന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു ബേസിക് മീഡിയത്തിൽ ഒരു റെഡോക്സ് റിയാക്ഷൻ അങ്ങ് ബാലൻസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, MnO4 - Br - MnO2 + BrO3- എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചു. Mn+7 Br- Mn+4 Br+5 ആയിട്ട് കിട്ടും. അപ്പം Mn +7 നിന്ന് +4 ആയിട്ട് മാറി 3 ഇലക്ട്രോൺസ് ചേഞ്ചായി. ഈ 7 നിന്ന് 4 ആയിട്ട് കുറഞ്ഞത് കൊണ്ടിട്ട് റിഡക്ഷൻ എന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിഡൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ബ്രോമിൻ ആണെങ്കിൽ -1 നിന്ന് +5 ആയിട്ട് മാറി, നമ്പർ കൂടി 6 ഇലക്ട്രോൺസ് ചേഞ്ച് ഉണ്ട്, 6 ഇലക്ട്രോൺസ് പോസിറ്റീവായി. അതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ ആണ് അവിടെ പ്രോസസ്സ് നടന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ ഓക്സിഡേഷൻ നടന്നത് കൊണ്ടിട്ട് ഇവിടെ നമുക്ക് റിഡക്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇവിടെ 3 ഇലക്ട്രോൺ ചേഞ്ച് വന്ന് ഇവിടെ 6 ഇലക്ട്രോൺ ചേഞ്ച് വന്ന്, അപ്പം ഇവിടെയും 6 ആണ്. ഇവിടെ 6 ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാഫിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, അപ്പം 6 ഇലക്ട്രോൺസ് ആവും. അപ്പോൾ റിഡക്ഷൻ ഹാഫിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി? 2MnO4 - Br- gives 2MnO2 +4 + BrO3- എന്ന് കിട്ടി. അടുത്ത ഓക്സിജൻ ബാലൻസിങ് ആണ്. ലെഫ്റ്റ് സൈഡിൽ 8 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ 7 ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു OH- ആഡ് ചെയ്തു.
ഇത്തരത്തിൽ റൈറ്റ് സൈഡിൽ ഒരു OH മൈനസ് ആഡ് ചെയ്തു. OH മൈനസ് ആഡ് ചെയ്തപ്പോഴാണ് അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ഒരു വാട്ടർ മോളിക്യൂൾസ് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു. ഇത്തരത്തിൽ വാട്ടർ മോളിക്യൂൾസ് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ടായി, ഇവിടെ ഒരു ഓക്സിജൻ്റെ എമൗണ്ട് കൂടി. ഇത്തരത്തിൽ ഒരു ഓക്സിജൻ ലെഫ്റ്റ് സൈഡിൽ കൂടിയത് കൊണ്ടിട്ട് മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ കൂടിയുണ്ട്. നേരത്തെ 8ഉം 7ഉം ആയിരുന്നു ഓക്സിജൻ ഉണ്ടായിരുന്നത്, അവിടെ ഒരെണ്ണം കുറവായത് കൊണ്ടിട്ടാണ് റൈറ്റ് സൈഡിൽ OH ആഡ് ചെയ്തത്. OH ആഡ് ചെയ്തതിന് കറസ്പോണ്ട് ആയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾസ് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യപ്പോഴത്തേക്ക് എന്തായി, ഇവിടെ ഒരു ഓക്സിജൻ കൂടി അല്ലേ. അപ്പോൾ ഓക്സിജൻ കൂടിയപ്പോഴത്തേക്ക് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു OH മൈനസും കൂടി ആഡ് ചെയ്തു. അങ്ങനെ 2 OH മൈനസായി. അപ്പം ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2MnO4 മൈനസ് +7 പ്ലസ് Br മൈനസ് പ്ലസ് H2O ഗീവ്സ് 2MnO2 +4 പ്ലസ് Br +5 O3 Br O3 മൈനസ് +5 പ്ലസ് 2OH മൈനസ്. ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക്. അപ്പം ഈ ബേസിക് മീഡിയത്തിലുള്ള ബാലൻസിങ് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ. കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണത്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനാണ് റിലേഷൻ ബിറ്റ്വീൻ pH ആൻഡ് POH. pHഉം POHഉം തമ്മിൽ ആഡ് ചെയ്താൽ 14 കിട്ടും, അതാണ് ആൻസർ. അപ്പോൾ കുറേയധികം കുട്ടികൾ പല ഡിസ്ട്രിക്റ്റുകൾ, എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നിട്ടും സ്റ്റുഡൻസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ ഒരു ഡൗട്ട് സോൾവിങ് സെക്ഷൻ ഇട്ടപ്പോൾ കുറേയധികം പേര് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.